ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളുണ്ടെങ്കിൽ 8ന്റെ പണി പുറകെ വരുന്നുണ്ട്. എന്തെങ്കിലും കാട്ടിക്കൂട്ടി കിട്ടുന്ന ഡേറ്റ വെച്ചിട്ട് വാറ്റ് സബ്മിറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫൈനലൈസ് ചെയ്ത് ഓഡിറ്റ് നടത്തി കവായും അപ്ലോഡ് ചെയ്യുക, ഇതെല്ലാം പ്രോപ്പറായിട്ട് റീകൺസൈൽ ചെയ്യാതെ കറക്റ്റായിട്ട് കണക്കുകൾ ശരിയാക്കാതെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും 8ന്റെ പണി തന്നെ കിട്ടും. ഞാൻ ഷമീർ മാക്മില്ലൻ, ദി ചാർട്ടേഡ് അക്കൗണ്ടന്റ്. കഴിഞ്ഞ 25ഓളം വർഷങ്ങളായി സൗദിയിലും മറ്റ് GCC രാജ്യങ്ങളിലും ഇന്ത്യയിലുമെല്ലാം ഒരു സീനിയർ ടാക്സ് കൺസൾട്ടൻ്റായും ഓഡിറ്ററായും വർക്ക് ചെയ്ത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ പർച്ചേസ്, എക്സ്പെൻസ് ഇവയെല്ലാം വാറ്റിന് വേണ്ടി സബ്മിറ്റ് ചെയ്തത് എന്താണോ അതിനെ കൂടി പ്രോപ്പറായി പരിഗണിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ ഫൈനാൻഷ്യൽസ് ഫൈനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ കവായും അപ്ലോഡ് ചെയ്യാനും എല്ലാം. സൗദിയിൽ പല കേസുകളിലും ഞാൻ കാണാറുണ്ട്, പ്രോപ്പറായിട്ട് വാറ്റുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ ശരിയാക്കാതെ ഓഡിറ്റ് ചെയ്യുകയും അത് കവായ്മിൽ അപ്ലോഡ് ചെയ്യുകയും അതുവഴി ജാറ്റ്ക അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റി തിരിച്ച് ക്ലയൻറ്റിനെ അല്ലെങ്കിൽ ടാക്സ് പേയറെ ബന്ധപ്പെടുകയും അതിൻ്റെ പേരിൽ പെനാൽറ്റി അടിച്ച് കിട്ടുന്ന കുറേയധികം കേസുകൾ ഞാൻ സൗദിയിൽ മാർക്കറ്റിൽ കാണാറുണ്ട്. ചില കേസുകളിലെല്ലാം കവായ്മിൽ അപ്ലോഡ് ചെയ്ത ഓഡിറ്റ് ഫൈനലൈസ് ചെയ്ത ഫിനാൻഷ്യൽസിലെ എമൗണ്ടും ഇവർ വാറ്റിൽ സബ്മിറ്റ് ചെയ്ത എമൗണ്ടും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് കാണാറുണ്ട്. ചില കേസുകളിൽ നല്ല പെനാൽറ്റി കിട്ടിയ കേസുകളും എനിക്ക് പേഴ്സണലി അറിയാം. നിങ്ങളുടെ അക്കൗണ്ടിങ്ങും വാറ്റും അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഓഡിറ്റ് ഇതെല്ലാം പ്രോപ്പറായിട്ട് റീകൺസൈൽ ചെയ്യുകയും കൃത്യമായി ചെയ്യുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ പെനാൽറ്റി ആയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക.